എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 ഡബിൾ പാസ് മാർക്ക് ജയിക്കാൻ എത്ര മാർക്കാണ് വേണ്ടത്? +1 വിഷയങ്ങളിൽ ജയിക്കാൻ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതണമോ? +2 പരീക്ഷയിൽ +1ൽ പോയ മാർക്ക് എഴുതിയെടുത്താൽ മതിയോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ചോദിച്ച സംശയം എന്താണ്? ഡബിൾ പാസ് മാർക്ക് എത്രയാണെന്നാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം അല്ലേ. ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് TE മാർക്ക് എന്ത് ചെയ്യണം? 48 മാർക്ക് എഴുതിയെടുക്കുമ്പോഴാണ് ഒരു വിഷയത്തിന് വിദ്യാർത്ഥികൾക്ക് ഡബിൾ പാസ് മാർക്കാവുന്നത്. അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്കാണ് ഫസ്റ്റ് ഇയർ ജയിക്കാൻ വേണ്ടത്. സെക്കൻഡ് ഇയറിൽ 24 മാർക്ക്. ടോട്ടൽ എന്ത് ചെയ്യുമ്പം 24 + 24 ടോട്ടൽ 48. അങ്ങനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? 48 മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഒരു വിഷയത്തിൽ ഫസ്റ്റ് ഇയറിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ ഫസ്റ്റ് ഇയറിൽ 48 മാർക്ക് എഴുതിയെടുക്കുന്നവർക്ക് CE മാർക്ക് നോക്കണം നിങ്ങൾ. എന്ത് ചെയ്യരുത്? CE മാർക്കും കൂടെ കൂട്ടിയിട്ട് അല്ല 48 വേണ്ടത്. CE മാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? CE മാർക്ക് കൂട്ടിയിട്ട് 48 പോരാ. CE മാർക്ക് കൂട്ടാതെ തന്നെ എന്ത് ചെയ്യണം? CE മാർക്ക് കൂട്ടാതെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ 48 എന്ത് ചെയ്യണം? TE മാർക്കായിട്ട്, ടെസ്റ്റ് എക്സാം പേപ്പർ മാർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി എടുക്കേണ്ടതാണ്. അങ്ങനെ കിട്ടുന്നൊരു വിദ്യാർത്ഥിക്ക് ഡബിൾ പാസ് മാർക്ക് ആകുന്നതാണ്. ഇനി 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ TE മാർക്ക് എന്ന് പറയുന്നത് 36 ഡബിൾ പാസ് മാർക്ക്. ഇതും CE മാർക്ക് കൂട്ടാതെ തന്നെ എന്ത് ചെയ്യണം? CE മാർക്ക് കൂട്ടാതെ തന്നെ വിദ്യാർത്ഥികൾ എഴുതിയെടുക്കേണ്ട മാർക്കാണ് 36 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ 18ഉം സെക്കൻഡ് ഇയർ 18ഉം കൂടി ചേർത്ത് ടോട്ടൽ 36 മാർക്ക് എഴുതിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഇയറിൽ ഡബിൾ പാസ് നേടുന്നത്. TE മാർക്ക്, ടെസ്റ്റ് എക്സാം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് എന്ത് ചെയ്യുന്നത്? ഡബിൾ പാസ് കിട്ടുന്നത്. ഈ സംശയം മാറിയല്ലോ. അപ്പോൾ അടുത്ത സംശയം നോക്കാം അല്ലേ. ജയിക്കാൻ എത്ര മാർക്കാണ് വേണ്ടത് അല്ലേ? നോക്കാം. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 പാസ് മാർക്ക്. സ്ക്രീനിലേക്ക് കൃത്യമായി നോക്കിക്കോളൂ. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 പാസ് മാർക്ക്. 24 എന്ത് ചെയ്യണം? എഴുതി തന്നെ എടുക്കണം. CE മാർക്ക് അതിൽ എന്ത് ചെയ്യില്ല? പരിഗണിക്കില്ല. TE മാർക്കായിട്ട് എന്ത് ചെയ്യണം? TE മാർക്ക് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എക്സാം എന്നാണ് അതിനർത്ഥം. നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിൽ, നിങ്ങൾക്ക് എക്സാം നടത്തിയതിൽ നിങ്ങൾ 24 മാർക്ക് എഴുതിയെടുത്തോ 80 മാർക്കിൻ്റെ എക്സാമിൽ, എന്നാൽ നിങ്ങൾ പാസ്സാണ്. ഇനി 60 മാർക്കിൻ്റെ എക്സാമിൽ അല്ലേ, ഒന്നുകൂടെ പറയാം. 80 മാർക്കിൻ്റെ എക്സാമിൽ പാസ്, 80 മാർക്കിൻ്റെ എക്സാമിൽ പാസ് എന്ന് പറയുന്നത് 24. അപ്പോൾ 60 മാർക്കിൻ്റെ എക്സാമിൽ പാസ് എന്ന് പറയുന്നത് എന്താണ്? 18. ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കൂ. 80 മാർക്കിൻ്റെ എക്സാമിൽ പാസ് മാർക്ക് 24 മാർക്കും പിന്നെന്താണ് 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കുമാണ് പാസ് മാർക്ക്. അത് എഴുതിയെടുക്കുക തന്നെ വേണം. CE മാർക്ക് അതിനെ പരിഗണിക്കില്ല. അങ്ങനെ എഴുതിയെടുക്കുന്നൊരു വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്യുന്നത്? ജയിച്ചതായി പരിഗണിക്കുക. ഇനി പ്രിയ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്ത്? +1ൽ ഫെയിലായ വിഷയങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാതെ തന്നെ +2വിൽ എഴുതിയെടുക്കാൻ പറ്റുമോ? +2വിൽ എഴുതിയെടുത്താൽ മതി, ഇമ്പ്രൂവ്മെൻ്റ് വിഷയം എഴുതാതെ തന്നെ. തീർച്ചയായും മതിയാവും. അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഇമ്പ്രൂവ്മെൻ്റ് അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 24 ആണല്ലോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്തോളൂ? 20 നിങ്ങൾക്ക് TE മാർക്ക് കിട്ടി. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനി എത്ര വേണം? 28 കിട്ടിയാലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? സെക്കൻഡ് ഇയർ കയറുകയുള്ളൂ, പാസ്സാകുകയുള്ളൂ. അപ്പോൾ 28 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഏത് വിഷയത്തിന് ജയിക്കാൻ എത്ര മാർക്കാണോ കുറവുള്ളത്, ആ കുറവുള്ള മാർക്ക് നിങ്ങൾക്ക്, ആ കുറവുള്ള മാർക്ക് +2വിൽ ജയിക്കാൻ വേണ്ട 24
ആ കുറവുള്ള മാർക്ക് പ്ലസ് ടുവിൽ 24 മാർക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആ സംശയത്തിനും പരിഹാരമായി അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ +1 പോയ മാർക്ക് +2 പരീക്ഷയിൽ +1 പോയ മാർക്ക് എഴുതിയെടുത്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഞാൻ ആദ്യം പറഞ്ഞതിന് ഉത്തരവായി കഴിഞ്ഞു. കാരണം എന്താണ്, നിങ്ങൾക്ക് +2 എഴുതാൻ പറ്റുമെങ്കിൽ, അതായത് 24 മാർക്ക് കിട്ടേണ്ടടുത്ത് നിങ്ങൾക്ക് 20 മാർക്കേ നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ, കിട്ടിയുള്ളൂ. അപ്പോൾ 20 മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ഇനി 24 സെക്കൻഡ് ഇയറിൽ എഴുതണം താനും, +4 മാർക്ക് നിങ്ങൾക്ക് എഴുതാൻ അവിടെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Is Skaria, signing off, the founder of Skaria for Tech, the best career guidance. Thanks for watching.